ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 11ാമത് ദേശീയ കൈത്തറി ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക ചുമത്തിയ അധിക തീരുവ യുക്തിരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വർദ്ധിച്ചുവരുന്ന സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ചൈനയിൽ ഇന്ന് ആരംഭിക്കുന്ന വേൾഡ് ഗെയിംസിൽ 18-അംഗ ഇന്ത്യൻ സംഘം മത്സരിക്കും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 11ാമത് ദേശീയ കൈത്തറി ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അധ്യക്ഷത വഹിക്കും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും സാംസ്കാരിക സ്വത്വത്തിനും രാജ്യത്തെ കൈത്തറി മേഖല നൽകിയ സംഭാവനകളെ ആദരിക്കുക എന്നതാണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. രാജ്യത്തുടനീളമുള്ള 650ഓളം നെയ്ത്തുകാർ, വിദേശ ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്, സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. മികച്ച നെയ്ത്തുകാർക്ക് സന്ത് കബീർ കൈത്തറി പുരസ്കാരം, ദേശീയ കൈത്തറി പുരസ്കാരം എന്നിവയും സമ്മാനിക്കും. ദേശീയ കൈത്തറി ദിനമായി ഇന്ന് കേരളത്തിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കൈത്തറി സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് വിതരണവും തൊഴിലാളികളെ ആദരിക്കലും മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യ സമാധാന മേഖലയിൽ ആദ്യ MS സ്വാമിനാഥൻ പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. ശനിയാഴ്ച വരെയാണ് സമ്മേളനം. MS സ്വാമിനാഥന്റെ സ്മരണയ്ക്കായി നാണയവും സ്റ്റാമ്പും ചടങ്ങിൽ പുറത്തിറക്കും. സുതാര്യവും പൌരകേന്ദ്രീകൃതവുമായ ഭരണമാണ് കഴിഞ്ഞ 11 വർഷമായി രാജ്യത്ത് നടന്നുവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. സർക്കാർ സേവനങ്ങൾ സുഗമമായി ജനങ്ങളിൽ എത്തിക്കാനും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. सरकार और जनता के बीच संबंधों को बेहतर बनाना, ईज ऑफ लिविंग को बढ़ाना, वंचितों को वरीयता, महिलाओं का सशक्तिकरण, सरकार की कार्यप्रणाली को बेहतर बनाना, देश लगातार इस दिशा में इनोवेटिव तरीके से काम कर रहा है. हमें गर्व है कि पिछले 11 साल में देश ने एक ऐसी शासन प्रणाली विकसित की है जो पारदर्शी है, संवेदनशील है और सिटीजन सेंट्रिक है. അമേരിക്കയുടെ അധിക തീരുവ ചുമത്തൽ അന്യായവും യുക്തിരഹിതവുമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ 25% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് അമേരിക്ക 25% അധിക തീരുവ കൂടി ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ചത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഇന്ത്യയുടെ ഇറക്കുമതി. എന്നാൽ US നടപടി നിർഭാഗ്യകരമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിൽ സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ട്രായ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഡിജിറ്റൽ അറസ്റ്റ്, തട്ടിപ്പ് പോലെയുള്ളവയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം. മൊബൈൽ നമ്പർ വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് ഫോൺ കോളുകൾ വഴിയോ മറ്റു മാധ്യമങ്ങൾ വഴിയോ ഉപഭോക്താക്കളുമായി ഒരു ആശയവിനിമയവും ട്രായ് നടത്തുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള അവസരം ഇന്ന് അവസാനിക്കും.
പേര് ഉൾപ്പെടുത്താൻ ഇതുവരെ 10 ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകി. ഈ മാസം 30-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഈ മാസം 31 വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഉത്തരാഖണ്ഡിലെ ധാരാലിയിൽ ഉണ്ടായ മേഘ വിസ്ഫോടനത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. ഉത്തരകാശിയിൽ ഖീർഗംഗ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 130 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. ഗംഗോത്രിയിൽ 80ഓളം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ധാരാലി സന്ദർശിച്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. धराली की आपदा आई है, उस आपदा में सभी एजेंसियां हमारी वहां पर काम कर रही है. सेना के लोग भी काम कर रहे हैं. बचाव और राहत के काम में ITBP भी लगी है, NDRF, SDRF और स्थानीय लोग, सभी लोग आगे आकर हमारे जनप्रतिनिधि सभी लोग बचाव के काम में लगे हैं. लगभग 130 लोगों को रेस्क्यू किया गया है और अभी लगातार खोजबीन जारी है. അതേസമയം മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറെയും 8 ജവാന്മാരെയും കാണാതായതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. മേഘവിസ്ഫോടനത്തിന്റെ രക്ഷാ ദുരിതാശ്വാസ നടപടികൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും ആവശ്യമായ സഹായം നൽകാൻ കേരള സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ധാരാലിയിൽ കുടുങ്ങിയ 28 അംഗ മലയാളി സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി മലപ്പുറം ഉണ്ണിയാലിൽ ഒരുക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽദാനം മന്ത്രി വി. അബ്ദുറഹ്മാൻ നിർവഹിക്കും. ഫിഷറീസ് മേഖലയിലെ നിക്ഷേപ പദ്ധതികൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം തിരുവനന്തപുരത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണം ഇന്ന് സമാപിക്കും. ജനിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന ബോധവൽക്കരണമാണ് വാരാചരണത്തിലൂടെ ലക്ഷ്യമിട്ടത്. മുലയൂട്ടലിന് മുൻഗണന നൽകുക, സുസ്ഥിര പിന്തുണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ചെങ്ഡുവിൽ ഇന്ന് ആരംഭിക്കുന്ന വേൾഡ് ഗെയിംസ് 2025-ൽ 18 അംഗ ഇന്ത്യൻ ടീം മത്സരിക്കും. ഒളിമ്പിക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കായിക ഇനങ്ങൾ വേൾഡ് ഗെയിംസിൽ പ്രദർശിപ്പിക്കും. ഈ വർഷം 253 മെഡൽ ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1981 മുതൽ 4 വർഷം കൂടുമ്പോഴാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2025 മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്നലെ ആരംഭിക്കാനിരുന്ന മത്സരം ചെന്നൈയിലെ ഹയാത്ത് റീജൻസിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഈ മാസം 15 വരെയാണ് മത്സരം. മ്യാൻമറിലെ യാങ്കോണിൽ നടന്ന AFC അണ്ടർ-20 വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്കെതിരെ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ലീഡറായ മ്യാൻമർ ഇന്നലെ തുർക്ക്മെനിസ്ഥാനെ 6-1 പരാജയപ്പെടുത്തി. ഇന്ത്യ നാളെ തുർക്ക്മെനിസ്ഥാനെ നേരിടും. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 9 മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നയപ്രകാരം 50,000 രൂപ വീതം നൽകി. അതേസമയം ജില്ലയിലെ ഗംഗാലൂർ മേഖലയിൽ ഇന്നലെ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് കൈലാസ് മാനസരോവർ തീർത്ഥാടകരുടെ യാത്ര തടസ്സപ്പെട്ടു. കൈലാസ് മാനസരോവർ തീർത്ഥാടകരുടെ 4ാമത്തെ സംഘത്തിന്റെ യാത്രയാണ് ഉത്തരാഖണ്ഡിലെ ധാർചൂല ബേസ് ക്യാമ്പിൽ വച്ച് തടസ്സപ്പെട്ടത്. 14 സ്ത്രീകൾ ഉൾപ്പെടെ 48 തീർത്ഥാടകർ സംഘത്തിലുണ്ട്. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൈലാസ് മാനസരോവർ യാത്ര ജൂണിൽ ആരംഭിച്ച് ഒക്ടോബറിൽ അവസാനിക്കും. ഇന്ത്യയ്ക്ക് 25% അധിക തീരുവ ചുമത്തിയ അമേരിക്കയുടെ തീരുമാനം കാപട്യമാണെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റഷ്യയുമായുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷികളോടുള്ള അമേരിക്കയുടെ സമീപനം പക്ഷപാതപരമാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. നിലവിലുള്ള 25%-ത്തിനു പുറമെ അധിക തീരുവ ചുമത്തിയതിലൂടെ ഈ മാസം 27 മുതൽ മൊത്തം തീരുവ 50%-മായി ഉയരും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 11ാമത് ദേശീയ കൈത്തറി ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക ചുമത്തിയ അധിക തീരുവ യുക്തിരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും.
വർദ്ധിച്ചുവരുന്ന സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ചൈനയിൽ ഇന്ന് ആരംഭിക്കുന്ന വേൾഡ് ഗെയിംസിൽ 18-അംഗ ഇന്ത്യൻ സംഘം മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.